मोबाईल बंद कर. ഓഫേ बंद आव अंधाരം. എന്നെ അകത്തേക്ക് വിളിച്ചു. അയ്യോ പോയി നോക്കട്ടെ എന്തായാലും. हळू ये बा, ഓ हळू ये. ഫൈൻ. चप्पल काढून ये. ആ ചെപ്പിൽ ഔട്ട് സൈഡായി. അടുക്കള ഇട്ടടുത്ത് बंद कर. അമ്മയുടെ വീടാട്ടോ. बघा, ही मी. കൊറേ ഞാനിത് ഈ അമ്മയുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഈ അമ്മയ്ക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് കാണിച്ചു തന്നു കേട്ടോ. പക്ഷെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഭാഷ മനസ്സിലാവുന്നില്ല. ഒരു പ്രത്യേകത എന്താ ഭാഷയാണ്. മോറാഞ്ചി സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. കുറേ അവാർഡുകളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ഉണ്ട് കേട്ടോ. ഇത് നിറച്ച സർട്ടിഫിക്കറ്റും കാര്യങ്ങളാണ്. എത്ര വർഷത്തെ അറിയൂ. എന്തുവാ പറയുക, എനിക്കൊന്നും ഇങ്ങനെയൊന്നും കിട്ടിയിട്ട് പോലുമില്ല. ഒത്തിരി ഉണ്ട്, ഒത്തിരി സർട്ടിഫിക്കറ്റും കാര്യങ്ങളാ. അവിടെ 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 ഒത്തിരി ഉണ്ട് കേട്ടാ. सातारचा महाराज आहे बघ, सातारचे महाराज. सातारचे महाराज. हा महाराज आहे ते. हो का, हे सातारचे महाराज. हो का, हे सातारचे महाराज. ओके, अच्छा अच्छा, बहुत अच्छा. हा मुख्यमंत्र्यांनी पुरस्कार दिलाय. मुख्यमंत्री पुरस्कार आहे. हो दिखाता हूं. ए मोदीजी नाही, म्हैसूर मंत्री बावनकुळे. ओ मैसूर मंत्री आहे. बावनकुळे. थांब जरा फोटो ഓക്കെ दाखव. ഓക്കെ. ഒത്തിരി പുരസ്കാരങ്ങളൊക്കെ മേടിച്ചു വെച്ചൊരു വീടാണിത്. ഒരു വെള്ളം വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയ്ക്ക് ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചില്ല. എന്തായാലും വന്നതിലും അതിലേറെ സന്തോഷം. അപ്പോൾ എനിക്കെന്തോ വീഡിയോ കാണിച്ചു തരാൻ പറഞ്ഞു യൂട്യൂബിൽ. അപ്പോൾ ആ അമ്മയുടെ ഫോണിൽ വീഡിയോ എടുത്ത് നോക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട്, വലിയ സന്തോഷമുണ്ട്. ഇവിടെ വന്നതിലും വെള്ളം തന്നതിലും ഇപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടതിലും. ഇത് ഈ അമ്മയുടെ വീടാണ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ പുറത്തേക്ക് ചിലപ്പോൾ ഇത് കൂടെ എങ്ങനെ ഇറങ്ങി പോകാനുള്ള വഴി നോക്കണം. എന്താ അയ്യോ, എനിക്കെന്തോ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്തൊക്കെയോ പോലെ. हा पुरस्कार तुम नाम? ललिता केसव. ललिता केसव. ललिता केशव. हाँ. ओ अच्छा है. आएगा? मैं केरला से जाएगा बाद तुम पूरा सर्टिफिकेट चेक करेगा. हा कर कर. हो बघ. मला नगरपालिकेचे हे भरपूर पुरस्कार आहेत. आमिर खान आहे का नाही, आमिर खान, त्यांनी मुलाखत घेतली. मुलाखत ओके. ती ह्याच्यात आहे, ह्याच्यात. ते तुला नाही कळले. मुलाखत മുലാഖത്ത് ह्याच्यात आहे मोबाईल. हा ഓക്കെ ഓക്കെ പറയാം. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്നുകൂടെ വെക്കട്ടെ. ഇതിൽ നിറച്ച് സർട്ടിഫിക്കറ്റും കാര്യങ്ങളാണ്. ഒരുപാട് വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഭദ്രമായിട്ട് എടുത്തേക്കട്ടെ. അവർ അത്രയ്ക്കും വൃത്തിയിൽ സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്നും ഞാൻ കേടുപാടാക്കുന്നില്ല. അയ്യോ എന്റെ ചെരുപ്പ്. കേരള से जाएगा बाद तुम्हारा पूरा वीडियो चेक करेगा. करेगा. काय लिहिणार? मोरांची सातारा. मोरांचाई सातारा. हा व्हिडिओ आहे माझ्या. व्हिडिओ मोरांचाई सातारा. ओके. ही ज्यूसची ही यूट्यूब ह्याच्यावर काय म्हणतात, लोकशाही, आमिर खानची पाणी फाउंडेशन, अशा भरपूर व्हिडिओ आहेत माझ्या. त्याच्यात चेक कर घर. എനിക്ക് പറയണത് വലുതായിട്ട് മനസ്സിലാവണമെന്നില്ല. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ വലിയ വലിയ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ സർട്ടിഫിക്കറ്റും പുരസ്കാരങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രായത്തിലും എന്താ പറയുക, അതൊക്കെ മേടിച്ചു കൂട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. നമ്മളെ കൊണ്ട് ആവുന്ന പോലുമില്ല, നമ്മളെ കൊണ്ട് ആവില്ല, എന്നെ കൊണ്ടാവൂല കേട്ടോ. കാരണം ഒത്തിരി ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങാനുള്ള പരിപാടി നോക്കുന്നത് അറിയില്ല. കുറച്ച് നേരം നിന്ന് നോക്കട്ടെ. ഏതോ ഒരു വഴി കൂടെ പോയിട്ട് ഏതോ ഒരു വഴി കൂടെ വന്നു. ഒരു കാട്ടിക്കൂടെ കയറി വന്നാ ഒരു അമ്മേനെ കണ്ടു. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു വെള്ളം വേണോ ചോദിച്ചു. അപ്പോൾ ഞാനും പറഞ്ഞു എനിക്ക് വെള്ളം വേണം വന്നു. വെള്ളം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആയതാകാം അതെ. അപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞു. എൻ്റെ അകത്തേക്ക് കയറ്റി വിളിച്ചു വരുത്തി. എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് എന്താ പറയുക, എനിക്കിത് പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഞാനിതിപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും അത് എടുത്ത് നോക്കും. കാരണം ഒത്തിരി വലിയ വലിയ കാര്യങ്ങളാണ് ആ അമ്മ എനിക്ക് കാണിച്ചു തന്നത്. അപ്പോൾ എന്നോട് അകത്തേക്ക് വരാൻ പറയുന്നുണ്ട്. ആ ബേട്ടാ ഓ ആ ചാടാ മാറി. അവര് അമ്മയും മോനാട്ടോ, നല്ല സ്നേഹമുള്ളവർ. അപ്പൊ എനിക്ക് എന്താ വെള്ളം എന്താ കൊടുത്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്.
ആ അമ്മയുടെ മോനാണ്. അപ്പൊ എന്നെ അവര് പറഞ്ഞത് മനസ്സിലാക്കുകയാണ്, അത് മോനാണ് എന്നാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഭാഷ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നതിന് എന്താ പറയുക, താങ്ക്സ്, ഒരുപാട് താങ്ക്സ്. ഈ അമ്മയ്ക്കും ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇതാണ് അവരുടെ വീട്. അപ്പോൾ എന്തൊക്കെ വിശേഷങ്ങളാണ് ഇതിൽ പങ്കുവയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തൊക്കെ വിശേഷങ്ങൾ ഇതിൽ പങ്കുവയ്ക്കാൻ പറ്റുമോ, ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ പറ്റുമോ അതൊക്കെ ഞാനിതിൽ കൊണ്ടുവരും. എത്രയോ മിനിറ്റുകളാണ്, എത്രയോ മണിക്കൂറാണ്, ഇനിയിപ്പോൾ ചിലപ്പോൾ 1 മണിക്കൂറായ പോലെ നിങ്ങൾ എന്തായിരുന്നു കാണണം. സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് എക്സ്പ്ലോർ ചെയ്യണത്. അപ്പോൾ എന്താണ് പറയേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടത്, അല്ലെങ്കിൽ എത്ര നല്ല വാക്കുകളാണ് പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ എന്തോ ആയിക്കോട്ടെ, ഇന്നിപ്പോൾ ഈ പറഞ്ഞു നിർത്തിയതെല്ലാം ഇനി മുന്നോട്ട് പോട്ടെ. നല്ല നല്ല കാര്യങ്ങളായിരിക്കട്ടെ മുന്നോട്ട്. അപ്പോൾ എന്തായാലും എനിക്കെന്തോ അമ്മ ചായ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കുടിക്കാനുള്ള പരിപാടി ആവട്ടെ. ഇനിയിപ്പോൾ പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല, കാരണം പാല് ഞാൻ തൊടാത്ത ആളാണ്. പാലാണെന്നുണ്ടെങ്കിലും കുടിക്കുക. കാരണം ഇനി പോകുന്ന വഴികളിലും പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും സന്തോഷമായിട്ട് നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. ഇതിൽ ഈ ചേട്ടൻ കണ്ടോ, ഈ സെന്ററിലിരിക്കുന്നത് ഓസം കേസോ. അതാണ് ഈ അമ്മയുടെ ഭർത്താവ് എന്നാണ് പറഞ്ഞത്. ഇതവരുടെ ഫാമിലി ഫോട്ടോ ആണ്. ഇതൊക്കെ എനിക്കെടുത്ത് കാണിച്ചു തന്നു. बच्चा है? हा बच्चा बच्ची बच्ची आणि या नवरा नवरा ना. ओके काय मंगळसूत्र ओ मालूम है. कळत नाही ना तुम्हाला? किधर है? आता बाहेर गेले पुण्याला. पुणे? नाही पुण्याला गेले ते. वर ऊपर गए त्यांचा काका. मर गया? हा मर गया. ते आज कार्य 10वा दिवस आहे. ते गेले पुण्याला. वर गेले. मर गया मालूम है? कभी मर गया? 10 दिवस झाले. 10 काय नाही 70 वर्षाचा. प्रॉब्लम ऍक्सिडेंट आहे? नाही आजारी होता. ते वारले. ओके 70 वर्षाचा माणूस. ओके. अरे बच्ची किधर है? रत्नागिरी. बच्ची रत्नागिरीला आहे. नाही रत्नागिरीला. दुसरा मुलगी. ओके रत्नागिरीला. ഓക്കെ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു ഗണപതി അമ്പലം ഉണ്ട്. ഇവിടെ തൊഴുതിട്ട് പോകാനാ പറഞ്ഞു. അപ്പോൾ ഞാൻ തൊഴുകട്ടെ. അപ്പോൾ ഞാനിവിടുന്ന് ഇറങ്ങുകയാണ്. ഞാൻ ഇവിടുത്തെ രാജാവെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാനിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ബൈ. ഒത്തിരി സംസാരിക്കുന്ന ഒരു അമ്മ. എന്താ പറയുക, ഒത്തിരി ഇങ്ങനെ കലകലകലാനമായിട്ടടിക്കുന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് പോകാനും തോന്നുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാർജ് ചെയ്യാനൊക്കെ അവിടെ വെച്ചു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് അങ്ങനെ ചാർജ് ചെയ്യാൻ, പിന്നെ കുറച്ച് ചാർജ് ചെയ്യാൻ വെച്ചു. പിന്നെ എനിക്ക് എന്താ തോന്നുന്നത്, ഞാൻ അവിടെ പോയിട്ട് അങ്ങനെ മുതലെടുപ്പായിട്ട് എടുത്തു പോകുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അധികം നിന്നില്ല. ഞാൻ പറഞ്ഞ അമ്മ ഞാൻ പോവുകയാണ്. മാന്ന് വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാമ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. ओके बेटी हो जाएगा. अपना नाम? शिवाश. अच्छा है. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു. അപ്പോൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യും. അതേപോലെ നിങ്ങൾ കാത്തിരിക്കണം എൻ്റെ വീഡിയോസ് മൊത്തം കാണാനിരുന്നിട്ട്. അപ്പോൾ ചേട്ടൻ തമിഴാണ്. എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ മലയാളിയാന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ എന്നോട് തമിഴ് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ അതാ ഇവിടുന്ന് ആ സൈഡിലൊക്കെ മലയാളീസ് ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ എന്നോട് ആ ഭാഗത്തേക്കൊക്കെ പൊക്കോളം പറഞ്ഞതാ. ആ ഭാഗത്താണ് മലയാളീസ് ഉള്ളത്. പിന്നെ അതാ അവിടെ ഒരു പയ്യനെ കാണിച്ചിട്ട് പിന്നെ ഒരു പയ്യനെ കാണിച്ചു. അപ്പോൾ അവൻ എനിക്ക് റൂമിൽ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൂമിൽ പോയി നോക്കണം എന്തായാലും. അപ്പോൾ എന്തായാലും സുന്ദരി ഇവിടേക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇവിടെ ഇന്ന് മൊത്തം എന്തായാലും കറങ്ങി കാണണം. സത്താറ എന്തായാലും വന്ന് കാണേണ്ട സ്ഥലമാണ്. നല്ല അടിപൊളി ടൗണാണ്. കാരണം ഇപ്പം എനിക്ക് ഞാൻ കുറേ റൂം തപ്പി. അപ്പോൾ എനിക്ക് റൂം കിട്ടിയില്ല.
റൂം കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ട് ഒരു ദിവസം ഇവിടെ നിന്ന് മൊത്തം വീഡിയോസൊക്കെ എടുത്തിട്ടേ പോകുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. എന്തായാലും സത്താറ ഞാൻ വീണ്ടും ഒരു ദിവസം വരും, വീണ്ടും ഒരു ദിവസം അവിടെ നിൽക്കും. കാരണം അവിടെ മലയാളീസൊക്കെ കൂടുതലുണ്ട്. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഞാൻ റിട്ടേൺ പോകുന്ന വഴി ചിലപ്പോൾ ഞാൻ ഇവിടെ എന്തായാലും കയറും. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഇവിടെ കയറാമെന്ന്. കാരണം നല്ല അടിപൊളി ടൗണ്, എന്താ പറയുക, നല്ല രസമുണ്ട്. നല്ല അടിപൊളി നല്ല വൃത്തിയുള്ള ഫ്രൂട്ട്സുകളാട്ടോ ഇവിടെ. ഇന്നലെ രാത്രി ഞാൻ ഈ കടയുടെ ഫ്രണ്ടിലാട്ടോ ടെൻ്റ് അടിച്ചത്. ഇപ്പോൾ അവിടെ ഇത് കടയാണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അവിടെ ആകെ തിരക്കാണ്. ഈ ഒരു സ്റ്റോപ്പ് വൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനുള്ളതാണ്. പാജിക്കാനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ വൈ എന്ന സ്ഥലത്തേക്ക് പോകണം. അവിടെ പോയി കഴിഞ്ഞാലാണ് ബസ് കിട്ടുള്ളൂ. എന്തായാലും ഇവിടെ ഒരു ബസ് കാത്തിരിക്കാം. അപ്പോൾ ഞാൻ വയലിറങ്ങിയിട്ട് പാജിക്കാനിക്ക് ഞാൻ ലിഫ്റ്റ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 1.5 കിലോമീറ്റർ എനിക്കൊരു ലിഫ്റ്റ് കിട്ടി. ഇനിയിപ്പോൾ അടുത്ത ലിഫ്റ്റ് മേടിക്കണം. എന്തായാലും അടുത്ത ലിഫ്റ്റിന് വേണ്ടി കാത്തിരിക്കാം. तुम पंचगानी जाएगा? ओ ए पंचगानी अच्छा प्लेस है, बहुत अच्छा है. ओ महाबलेश्वर ओ महाबलेश्वर पंचगानी. हाँ महाबलेश्वर अच्छा है. ओ मालूम है ये इसका? हाँ इसका पसरनी बोलते हैं. ये जो गांव है ना, हाँ वो पसरनी. कोसर नहीं. हाँ, पसरनी घाट. तो तुम्हारा गांव किधर है? हाँ मेरा गांव घर बताता हूँ आपको. ये पहाड़ी के पीछे है. पहाड़ी के पीछे. बाद में पंचगनी तक 12 किलोमीटर है. 12 किलोमीटर. हाँ. और उसके बाद 20 किलोमीटर. 20 किलोमीटर तुम जाओ. वो महाबलेश्वर आएगा आगे. महाबलेश्वर. ഓക്കെ, മഹാബലേശ്വർ പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നല്ല രസമാണ് കാണാൻ. പഞ്ചഗാനി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹാബലേശ്വർ കാണണം. നല്ല സ്ഥലമാണ് എന്നൊക്കെ പറയുന്നത്. എന്തായാലും പഞ്ചഗാനി എത്തട്ടെ. പഞ്ചഗാനി കഴിഞ്ഞിട്ടാണ് മഹാബലേശ്വർ. മഴയാണോ മഞ്ഞാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മുഖത്ത് നന്നായിട്ട് വെള്ളം കൊണ്ട് വീഴുന്നുണ്ട്. പക്ഷെ ആ ദൂരം കാണുമ്പോൾ നല്ല മഞ്ഞാണ്. അതിലിപ്പോൾ മഴയാണോ എന്ന് അറിഞ്ഞൂടാ. എന്ത് തന്നെ ആയിക്കോട്ടെ, നല്ല രസമുണ്ട്. നല്ല അടിപൊളി കുട്ടി ഫീല്. എനിക്കൊരു മഴയാണ് തോന്നുന്നു. മഴയാണോ മഞ്ഞാണോ ഡൗട്ടാണ്. പെയ്യും പറയാം. എന്തായാലും അങ്ങനെ ആസ്വദിക്കുന്നു. പോകുന്ന വഴികളൊക്കെ നല്ല അടിപൊളി വഴികളാട്ടോ. കാരണം ടൂറിസ്റ്റ് ഇഷ്ടം പോലെ ഈ വഴികളിൽ. ഞാൻ വിചാരിച്ചതല്ല ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലമാണ്. ये तुम्हारे घर है और पहले ये छोटा मंदिर मिलेगा. हनुमान है.
नहीं अदर से इधर मंदिर है वो सामने लिखा तो എന്റെ പൊന്നൂട്ടേ ജാതി സ്ഥലം എന്ത് പറയുക പച്ചപ്പ് നിറഞ്ഞ ഇങ്ങട് ഒഴുകുക ഒഴുകാന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുകി അങ്ങ് മരിക്കുക മുകളിലൊക്കെ കിട്ടില്ല സ്പോട്ട് എന്താ ഞാൻ മുകളിൽ എത്തുന്നവർ എന്താ ഉണ്ടാവുന്ന എനിക്ക് അറിഞ്ഞൂടാ ജസ്റ്റ് നോക്കി നോക്ക് ഓ എൻ്റെ പൊന്നോ കിടിലൻ കിടിലൻ ഇത് ആ കാണുന്ന സ്ഥലം അവിടെ ആളുടെ വീട് വന്നത് ഞാൻ കാണുന്ന ആളുടെ വീട് എന്തായാലും ആളവിടെ കാത്തിരിക്കുന്നുണ്ട് ഞാൻ പോവുകയാണ് ഇനിയിപ്പോൾ ഞാൻ മുകളിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം ഓക്കെ ഇവിടുന്ന് ഇവിടെ പറയണേ ബൈ ഇതിലേക്ക് കയറുന്നവരും തണുപ്പ് കയറി വരുന്നുണ്ട് എനിക്കറിയില്ലായിരുന്നു ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെയാണെന്നും ഇവിടെ ഇത്രത്തോളം ഭംഗിയുണ്ടെന്നും ഒന്നും എനിക്കറിയില്ലായിരുന്നു വന്നതിന് ശേഷം എനിക്ക് മനസ്സിലാണ് പിന്നെ ഇവിടുന്ന് നേരെ മുകളിലേക്ക് വെച്ച് അവിടുന്ന് മുംബൈക്ക് പോവാം പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ താഴ്ത്തിക്ക് തന്നെ ഇറങ്ങണം മുംബൈക്ക് പോകണില്ല എന്നുണ്ടെങ്കിൽ താഴ്ത്തിക്ക് ഇറങ്ങണം പക്ഷെ അതൊന്നല്ല കൂടെ മെയിനായിട്ട് വമ്പം തണുപ്പ് തുടങ്ങി എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല ഇതാ കോട അയ്യോ ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നേരിട്ട് നല്ല കോട എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ട് മുഖത്തേക്ക് നല്ല പോലെ അടിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എനിക്ക് ഷട്ടർ വേണ്ടി വരും അപ്പോൾ ഷട്ടറും കാര്യങ്ങളൊക്കെ കിട്ടുമോ നോക്കട്ടെ എന്താ പറയുക എക്സ്ട്രാ സ്ഥലം എന്താ പറയുക അയ്യോ നല്ല കീട്ടില്ല സ്പോട്ട് ഓ ഇത് ഇപ്പൊ കഴിഞ്ഞത് ടോളാണ് കേട്ടോ എനിക്കൊന്ന് लोकल से टोल है लोकल के लिए नहीं हाँ लोकल के लिए नहीं ओ अरे तुम्हारा नहीं चाहिए तुम नहीं चाहिए ഓ ആളുടെ കൂടെ വന്നതുകൊണ്ട് ടോള് ചോദിച്ചിട്ടില്ല ഇതിപ്പോൾ ടൂറിസ്റ്റുകളാണെന്നുണ്ടെങ്കിൽ ബൈക്കാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ടോള് ചോദിക്കും എനിക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ല എന്താ പറയുക അതാ പഞ്ച്ഗാനി ഞാനും പഞ്ച്ഗാനി സാർ എന്താ പറയുക എനിക്ക് പറയാറിയില്ല ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ഇതിന്റെ താഴെ കാണുന്ന നേരെ ഡാമാണ് ഇപ്പൊ നമുക്കിവിടെ നടന്നു പോയി കഴിഞ്ഞാൽ കോടകാരുടെ കണ്ണു നമുക്ക് ഒന്നും കാണാനില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ താഴ്ചയ്ക്ക് വീഴും അത്രയ്ക്കും താഴ്ചയിലാണ് നിൽക്കുന്നത് എന്താ പറയാ ഈ ഒരു ഏരിയ അത്രയ്ക്കും അടിപൊളി ഇതൊക്കെ വന്ന് കാണണം കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവസ്ഥ ഇത് ഞാൻ എങ്ങനെ വന്നത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെ എത്തിപ്പോയിട്ട് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഗൂഗിൾ നോക്കി ശരി ഇങ്ങനൊരു സ്ഥലം കണ്ടു വന്നു പക്ഷെ ഈ സ്ഥലത്തൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും അതിമനോഹരമാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് എന്തായാലും ഇവിടുന്ന് അടുത്ത് ഞാൻ മുകളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇനി മുകളിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് ഞാൻ താഴത്തേക്ക് ഇറങ്ങുമോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും നോക്കാം മുകളിൽ പോയിട്ട് എന്നെ താഴെ നിന്ന് വായിൽ നിന്ന് ഓക്കെ ബൈ വായിൽ നിന്ന് മാബിളീശ്വറിലേക്ക് ഇതാ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാബിളീശ്വറാണ് അപ്പോൾ മാബിളീശ്വറിലേക്ക് പോകാനുള്ള വഴി കാണിക്കുന്നതാണ് ആള് പിന്നെന്താ പറയുക ഇവിടുന്ന് മാബിളീശ്വർ പോകണ വേണ്ടത് ആലോചിക്കുകയാണ് ഞാൻ ഈ ഒരു ഏരിയ കൂടെ നടന്നു നോക്കിയോട്ടെ നല്ലതാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ടെൻ്റ് അടിക്കാനുള്ള പരിപാടി നോക്കണം പിന്നെന്താ ഞാനിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് മാറി നിന്നിട്ട് എനിക്ക് ഫുഡ് കഴിക്കണം അപ്പോൾ ഞാൻ ഈ ചെറുതായിട്ട് എവിടെയെങ്കിലും മാറി നിൽക്കട്ടെ എന്നാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും ഇനി ഫുഡ് കഴിക്കണം കാരണം രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല ഓക്കെ